ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറയുന്നതായിരിക്കും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, കോൾ ചെയ്യരുത്, മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത്, ടോപ്പിക് എന്ന് പറയുന്നത്, ഈ പേഴ്സൻ്റെ ഇന്നത്തെ എനർജിയാണ് നോക്കാൻ പോകുന്നത്. എനർജീസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇന്നത്തെ ഈ വ്യക്തിയുടെ എനർജിയാണ് നോക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി ഓർക്കുമോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ അവസാനം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും. ലവ് മെസ്സേജസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്രക്കങ്ങോട്ട് ഒരു ഹാപ്പി ആയിട്ട് കാണിക്കുന്നില്ല. ഹാപ്പി ആകാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയെ ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലൂടെ പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരു സമാധാനം ലഭിക്കാനും മനസ്സിന് കുറച്ച് ഒരു മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നന്നായിട്ട് പാട്ട് പാടുന്ന അല്ലെങ്കിൽ നന്നായിട്ട് നൃത്തം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്തരം കഴിവുകൾ പുറത്തേക്കെടുത്ത് അത് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നന്നായിട്ട് പടം വരയ്ക്കുക, ഓക്കെ, ഡ്രോയിങ് ചെയ്യുക, അല്ലെങ്കിൽ പാട്ട് പാടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല നല്ല സിനിമകൾ ഇരുന്ന് കാണാം. അപ്പോൾ ഇത്തരം ഒരു പ്ലഷറായിട്ടുള്ള മനസ്സിനൊരു സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ഈ വ്യക്തി സ്വയം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്നാണ് കാണിക്കുന്നത്. അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്ന് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി അത് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണോ മനസ്സിന് സമാധാനം കിട്ടുന്നത് അതെല്ലാം ഈ വ്യക്തി കണ്ടെത്തി ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തി ഒറ്റക്കാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു എനർജിയിൽ ഈ വ്യക്തി മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടാനോ അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ച് അവരായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനോ സമയം ചെലവഴിക്കാനോ ഈ വ്യക്തി തയ്യാറാകുന്നില്ല. കാരണം ഈ വ്യക്തിയുടെ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അത് വിഷമം വരുമ്പോൾ വിഷമിക്കുകയും സന്തോഷം വരുമ്പോൾ ചിരിക്കുകയും ചെയ്ത് മനസ്സ് സമാധാനിക്കണം അല്ലെങ്കിൽ മനസ്സിനെ സമാധാനിപ്പിക്കണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ രീതിയാണ്. ചില വ്യക്തികൾക്ക് മനസ്സിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യും. പക്ഷെ മറ്റു ചിലവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള പലതരത്തിലുള്ള വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്തായിരിക്കാം തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം. ആരുടെ ഭാഗത്താണെങ്കിൽ പോലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് ക്ഷമിക്കാനാണ്. അതായത് ഇപ്പോൾ ഈ വ്യക്തിയുടെ തെറ്റാണെങ്കിൽ ക്ഷമിച്ച് മര്യാദക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. പക്ഷേ ഈ വ്യക്തി ഒരു പക്ഷേ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ മറന്നുപോകും, അല്ലെങ്കിൽ നേരിട്ട് സോറി പറയാനായിട്ട് ഈ വ്യക്തി തയ്യാറാവില്ല. അതാണ് ഈ വ്യക്തിയുടെ സ്വഭാവ രീതി എന്ന് പറയുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പല കാര്യങ്ങളും ചെയ്യണം എന്ന് തോന്നും, പല തെറ്റുകളും തിരുത്തണമെന്ന് തോന്നും, നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കും, നിങ്ങളെ നേരിട്ട് കാണണമെന്നും തോന്നും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സോറി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ വ്യക്തി പറയില്ല. അത് ഈ വ്യക്തി വിഴുങ്ങിക്കളയുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ അത് തന്നെയാണ് ഈ പേഴ്സൻ്റെ ഏറ്റവും വലിയ തെറ്റ്. കാരണം മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറഞ്ഞ് അത് മനസ്സിൽ നിന്നും കളയാതെ
സോറി ഒന്നും പറയാതെ മനസ്സിലിട്ടുകൊണ്ട് തന്നെ നടക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി വേറെന്തൊക്കെയോ പല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ ഈ വ്യക്തി വർക്ക് ചെയ്യുന്നുണ്ടാകാം, എന്തെങ്കിലും ബിസിനസ് ഓൺട്രപ്രണർ ആയിരിക്കാം ഈ പേഴ്സൺ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വേറെ പലവർക്കും ഈ പേഴ്സണെ വളരെ ഇഷ്ടമാണ്, വളരെ കാര്യമാണ്, വളരെ മതിപ്പാണ്. കാരണം ഈ പേഴ്സൺ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് വളരെ 100% കൂടി അത് സക്സസ് ആയിട്ട് ചെയ്ത് തീർക്കുന്ന ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് എവിടേക്കോ പാളിച്ചകൾ പറ്റി, അതിനെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തേക്ക് കടന്നാൽ മാത്രമാണ് മനസ്സിന് സമാധാനവും പരിപൂർണതയും കിട്ടുകയുള്ളൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മേ ബി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. കാരണം ഈ വ്യക്തിക്ക് ഒരു റിലാക്സ് ലഭിക്കാൻ വേണ്ടി, മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും പുതിയ തുടക്കത്തിനെ കുറിച്ച് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും എവിടെയും പോയിട്ടില്ല. അത് ഓരോ ദിവസവും കഴിയുന്തോറും വർദ്ധിച്ചു വന്നിട്ടേ ഉള്ളൂ, കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, എന്തായാലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത് ഡേ ഡ്രീമിങ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ പേഴ്സൺ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ ജോലി ചെയ്യുകയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അവിടെ ഈ പേഴ്സൺ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ആ ഒരു ചെയ്യുന്ന ജോലിയിൽ മുഴുവനായിട്ട് കോൺസെൻട്രേഷൻ കൊടുക്കാതെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പല കാര്യങ്ങളും, പഴയ കാര്യങ്ങൾ, മനോഹരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത്തരം ബ്യൂട്ടിഫുൾ മൂമെന്റ്സ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെയധികം സ്വപ്നം കാണുന്നുണ്ട്. അതുപോലെ ഈ നിങ്ങളായിട്ടുള്ള കണക്ഷൻ ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ വ്യക്തിക്ക് അറിയാം. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കി നിങ്ങളായിട്ടുള്ള ബന്ധം കുറച്ചും കൂടെ ദൃഢമാക്കി എടുക്കണം, കുറച്ചും കൂടെ സക്സസ്ഫുൾ ആക്കി എടുക്കണം എന്നുള്ളതാണ് ഈ പേഴ്സൺ പറയുന്നത്, ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ സോള് നിങ്ങളിൽ കെട്ടിവെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ കെട്ടിവെക്കുമ്പോൾ എന്താണ്, അതിനൊരിക്കലും നമുക്ക് മുറിച്ചു മാറ്റാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ സോളും ഈ വ്യക്തിയുടെ സോളും ഇരിക്കുന്നത്. അത്രയും ആത്മാർത്ഥമായിട്ട് അടുത്തടുത്ത് ആ ഒരു തുന്നിക്കെട്ടിവെച്ചിരിക്കുന്ന പോലെയാ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇത് സെപ്പറേറ്റഡ് ചെയ്യാൻ പറ്റില്ല, ഈ പേഴ്സണായിട്ട് സെപ്പറേറ്റഡ് ആകാൻ പറ്റില്ല എന്നും. ശരീരം കൊണ്ട് സെപ്പറേറ്റഡ് ആകാം, പക്ഷേ മനസ്സുകൊണ്ട് ഒരിക്കലും അത് സെപ്പറേറ്റഡ് ആക്കി കളയാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ നല്ല പാതി നിങ്ങളാണ് എന്ന് തന്നെയാണ് 100% വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് ഈ വ്യക്തിയെ വളരെയധികം ഒരു ആബ്സെൻസ് മൈൻഡാണ് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ ശരീരത്തിൽ ഏതൊരു ഭാഗം ഇല്ലാത്തതുപോലെ, ആ ഒരു സെയിം സിറ്റുവേഷൻ. ഈ വ്യക്തിയുടെ മനസ്സിന് ഭയങ്കര ഭാരമുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്, ചിന്തകളിലാണെങ്കിൽ പോലും വിഷമങ്ങൾ വരുന്നുണ്ട്. സോ അതൊക്കെ ഈ പേഴ്സൺ അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും നിങ്ങളില്ലാത്തതിൻ്റെ നല്ല രീതിയിലുള്ള കുറവ് ഈ വ്യക്തിക്കുണ്ട്. ഈ വ്യക്തി മനസ്സുകൊണ്ട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറമേ ഒരുപക്ഷെ കാണിക്കുന്നില്ലായിരിക്കാം, പറയുന്നില്ലായിരിക്കാം. പക്ഷെ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ഒരു വിഷമിച്ചിരിക്കുന്ന
പകൽ സ്വപ്നങ്ങൾ കണ്ടിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും ഇനി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങളായിട്ടുള്ള ബന്ധം കുറച്ചും കൂടെ ദൃഢമാക്കാനേ നോക്കുകയുള്ളൂ. പഴയതുപോലെ അല്ലെങ്കിൽ പഴയതുപോലത്തെ സ്വഭാവം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നുള്ള വാക്കുകളാണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ളത്. സോ അത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാം. സോ ഇത്രയാണ് നമുക്ക് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ തുടക്കത്തിൽ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. സോ ബൈ.